താൻ ആരാകേണ്ടതെന്ന് സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞ തീരുമാനമെടുക്കാൻ ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവിനനുസരിച്ച് സ്വദേശത്തും വിദേശത്തുമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ വാർത്തകൾ അറിയാൻ വിദ്യാവാർത്ത. നമസ്കാരം. ഏഷ്യൻ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇതാണ് വിഷയം. ഒരുപാട് നാളായിട്ട് ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്, സാറേ എനിക്ക് പറ്റിയ തൊഴിൽ മേഖല എന്തുവാ, എനിക്ക് പറ്റിയ തൊഴിൽ മേഖല എന്തുവാ. അപ്പം അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ തൊഴിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ കൂടുതൽ അറിവ് സമ്പാദിക്കണം. അല്ലെ ആ ഒരു മേഖലയിലോട്ട് പോയെങ്കിൽ നമുക്ക് നല്ല തൊഴിൽ കിട്ടത്തുള്ളൂ. നമുക്ക് എല്ലാവർക്കും എന്ന് ഞാനീ പറയുന്ന 27 ആളുകാരുടെയും പറയുന്നുണ്ട്. 27 ആളുകാർക്കും അനുയോജ്യമായ മേഖല ഇതാന്ന് ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ജ്യോതിഷ പുസ്തകങ്ങളുടെ അതുപോലെ പല വ്യക്തികളുടെ ജാതകങ്ങളും പല വ്യക്തികളുടെയും കൗടി പ്രശ്നം മറ്റുള്ളതൊക്കെ നോക്കിയതിൻ്റെ എൻ്റെ അനുഭവത്തിന് വിളിച്ചിട്ട് ഞാൻ പറയുന്ന ഈ ഫലങ്ങൾക്ക് കുറച്ച് കൃത്യത വേണമെങ്കിൽ തീർച്ചയായിട്ടും ജാതകം കൂടി പരിശോധിക്കണം. ജാതകത്തിലെ 2ാം ഭാവം 9ാം ഭാവം തൊഴിൽക്കാരന് അകത്തിൻ്റെ സ്ഥാനം ശുക്രന് വ്യാഴം എല്ലാ ഗ്രഹങ്ങളുടെ സ്ഥാനമൊക്കെ നോക്കിയെങ്കിലേ ഇപ്പോൾ തൊഴിൽ സമ്മതത്തിൽ മൗഢ്യം ഉണ്ടോ എന്നൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും ചെക്ക് ചെയ്തെങ്കിലേ ഈ ഫലം പൂർണ്ണമായിട്ട് വരുള്ളൂ. നമുക്ക് പൊതുവേ പറയുന്ന ഈ ഫലങ്ങൾക്ക് ക്ലാരിറ്റി അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ ഒരു കാരണവശാലും ഫോണിൽ കൂടെ ചോദിക്കാൻ പാടില്ല. നേരിട്ട് വരാൻ സാധിക്കുമെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്ത ശേഷം നേരിട്ട് വന്ന് എന്നോടായാലും ഏതൊരു ജ്യോതിഷനോടായാലും കാര്യങ്ങൾ ചോദിക്കുക. അപ്പം നമുക്ക് ആ നാളുകളിലേക്കൊന്ന് കിടക്കാം. അശ്വതി നക്ഷത്രത്തിനെ പറ്റി ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം അല്ലേ? ഒരുപാട് ഗുണങ്ങൾ നക്ഷത്രങ്ങളുടെ ആദ്യ നക്ഷത്രമായിട്ട് പറയുന്ന ഒരുപാട് ഗുണങ്ങളുള്ള നക്ഷത്രമായിട്ടൊക്കെ പറയുന്നുണ്ട്. ഇവർക്ക് ബാങ്ക് ജോലി, ബിസിനസ്, വിദേശം വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട്. രണ്ടാമത് ഭരണിക്ക് പ്രൈവറ്റ് മേഖലകൾ, മെഡിക്കൽ ഫീൽഡ്, കേന്ദ്ര സർക്കാർ ജോലിക്കൊക്കെ സാധ്യതയുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. കാർത്തികയ്ക്ക് അധ്യാപന വൃത്തിയായിട്ടും ഹോട്ടല്, ഡ്രൈവിംഗ് മേഖലയൊക്കെ വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട്. രോഹിണിക്ക് ടെക്നിക്കലായിട്ടുള്ള മേഖലകൾ, സഹായി ഭാവത്തിലെ സഹായി സ്ഥാനത്തൊക്കെ നിൽക്കുക, വൈദികമായിട്ടുള്ള അല്ലെ വൈദികമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പൂജ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് പറയുന്നുണ്ട്. അടുത്ത് മകയിരം നക്ഷത്രത്തിന് ടൂൾസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലകൾ, ബിസിനസ്സുകൾ, തടിയായിട്ട് ബന്ധപ്പെട്ട് കാർപ്പൻറ്ററി വർക്ക് അങ്ങനെയുള്ളതൊക്കെ ഗുണകരമായിട്ട് പറയുന്നുണ്ട്. സർക്കാർ ജോലിക്ക് യോഗം പറയുന്നുണ്ട്. അടുത്തത് തിരുവാതിരയ്ക്ക് അഭിനയം മേഖല വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട്. വർക്ക്ഷോപ്പ് മേഖല വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട്. കൺസ്ട്രക്ഷൻ വളരെ ഗുണകരമായിട്ട് പറയുന്ന മേഖലയാണ്. അടുത്തത് പുണർതത്തിന് മാനേജ്മെൻറ്റ് മേഖല, പ്ലംബിങ്, വയറിങ് വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട്. സഹായി സ്ഥാനത്ത് നിൽക്കാനും വളരെ ഗുണകരമായിട്ട് പറയുന്ന ആൾ തന്നെയാണ് ഇവർക്ക്. പൂയത്തിന് കേന്ദ്ര സർക്കാർ മേഖലയിൽ ജോലിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ജലവുമായിട്ടുള്ള മേഖലയെ ബന്ധപ്പെട്ട ജോലിക്ക് സാധ്യത പറയുന്നുണ്ട്. സ്വന്തമായിട്ട് ബിസിനസ്, സ്വന്തം സ്ഥാപനത്തിനൊക്കെയുള്ള സാഹചര്യങ്ങളും ഇവർക്ക് പറയുന്നുണ്ട്. ആയില്യത്തിന് കൃഷി, കന്നുകാലി വളത്തിലൊക്കെ വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഓഫീസ് അസിസ്റ്റൻറ്റ്, പോലീസ്, പട്ടാളം അങ്ങനെയുള്ള മേഖലയും വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട്. മകം വിദേശത്ത് ബിസിനസ്സുകൾ, നാട്ടിലെ വിദേശത്ത് ഒക്കെ ബിസിനസ്സുകൾ പൊതുവെ പറയുന്നുണ്ട്. ദേശാന്തര ജോലി, അതായത് അവനൊന്ന് നിൽക്കുന്ന അല്ലെ ജനിച്ച ഭൂമി വിട്ട് ദേശം വിട്ടു പോയി ജോലി ചെയ്യാൻ, സാമ്പത്തികം ഉണ്ടാക്കാനൊക്കെയുള്ള അവസ്ഥകൾ പറയുന്നുണ്ട്. വാഹന വിപണി ഇവർക്ക് വളരെ ഗുണകരമായിട്ട് പറയുന്ന ഒരു ജോലിയാണ്. അടുത്തത് പൂരത്തിന് ആരാധന സ്ഥാനത്ത് നിൽക്കാനുള്ള അവസ്ഥകൾ, എല്ലാ നേതൃസ്ഥാനത്തൊക്കെ നിൽക്കാനുള്ള അവസ്ഥകളൊക്കെ പറയുന്നുണ്ട്. ആരാധനാലയങ്ങൾ എന്തെങ്കിലും ജോലിക്ക് സാധ്യത പറയുന്നുണ്ട്. കരകൗശല വസ്തു നിർമ്മാണമൊക്കെ ഇവർക്ക് പറയുന്നുണ്ട്. ഫോട്ടോഗ്രാഫിയൊക്കെ വളരെ ഗുണകരമായിട്ടാണ് പറയുന്നത്. അടുത്തത് ഉത്തരത്തിനാണെങ്കിൽ ജനക്ഷേമം, കൺസ്ട്രക്ഷന്, കായികം തുടങ്ങിയ മേഖലകൾ വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട്. അത്തത്തിന് അധ്യാപന വൃത്തി, മെഡിക്കൽ ഫീൽഡ്, സുഗന്ധവ്യഞ്ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിപണിയൊക്കെ വളരെ ഗുണകരമായിട്ട് ഇവർക്ക് പറയുന്നുണ്ട്. ചിത്തിര യാത്ര സംബന്ധമായിട്ടുള്ള ജോലി, ഡ്രൈവിംഗ് ആവും, യാത്ര ചെയ്ത് സാമ്പത്തിക വിൽപ്പന നടത്തുക, എന്തെങ്കിലും ഈ വാഹനത്തിലൊക്കെ വസ്തുക്കൾ കൊണ്ടുപോയി വിൽക്കാനൊക്കെ ഉള്ള അങ്ങനെ യാത്ര സംബന്ധമായിട്ട് ജോലിക്ക് വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട്. പൂവായിട്ട് ബന്ധപ്പെട്ട് പൂവ് വിപണിയൊക്കെ വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട്. കൃഷിയും വളരെ ഗുണകരമായിട്ടാണ് ചിത്തിരയ്ക്ക് പറയുന്നത്. അടുത്തത് ചോദിക്കാതെ എല്ലാം കിട്ടുമെന്ന് പണ്ടേ എല്ലാവരും പറയാറുണ്ട്. ചോദിക്ക് ധനമേഖല, സ്റ്റേഷനറി സ്ഥാപനങ്ങൾ, അഭിനയം ഒക്കെ വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട്. വിശാഖ നക്ഷത്രത്തിന് അധ്യാപന വൃത്തി, ജനക്ഷേമം, പ്രൈവറ്റ് മേഖല ജോലി സാധ്യത പറയുന്നുണ്ട്. അനിഴ നക്ഷത്രത്തിന് തടിയുമായിട്ട് ബന്ധപ്പെട്ട മേഖല, ജലമേഖല, പെയിന്റിംഗ് ഒക്കെ വളരെ ഗുണകരമായിട്ടാണ് പറയുന്നത്. അടുത്തത് തൃക്കേട്ട നക്ഷത്രത്തിന് ഹോട്ടൽ മേഖല, കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട മേഖല, ടെലിഫോണുമായിട്ട് ബന്ധപ്പെട്ട മേഖലയെ ഗുണകരമായിട്ട് പറയുന്നുണ്ട്. മൂലനക്ഷത്രത്തിന് മെഡിക്കൽ ഫീൽഡ്, ബാങ്കിങ് മേഖല, കൺസ്ട്രക്ഷൻ വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട്. പുരാടത്തിന് അഡ്വൈസറായിട്ട് നിൽക്കുക, വക്കീൽ ജോലിയൊക്കെ വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട്.
തൊഴിൽ ദാതാവായിട്ട് നിൽക്കാനുള്ള അവസരങ്ങൾ പറയുന്നുണ്ട്. വൈദികമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്രിയകൾ, അതായത് ആധ്യാത്മിക മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതാണ് വൈദികം, അതൊക്കെ ഗുണകരമായിട്ട് പറയുന്നുണ്ട്. അടുത്ത ഉത്രാടത്തിന് പച്ചക്കറി വിപണി വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട്. ഫോട്ടോഗ്രാഫി വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട്. വിദേശത്ത് ജോലി വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട്. തിരുവോണത്തിന് കേന്ദ്ര സർക്കാർ ജോലി, അഗ്നിയായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖല, ഫോട്ടോഗ്രാഫി, പോലീസ്, പട്ടാളം ഇങ്ങനെയുള്ള മേഖലയൊക്കെ വളരെ ഗുണകരമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അവിട്ടത്തിന് സർക്കാർ ജോലിക്ക് സാധ്യത പറയുന്നുണ്ട്. ടെക്സ്റ്റൈൽസ്, കൃഷി തുടങ്ങിയ മേഖലയൊക്കെ വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട്. ചതയ നക്ഷത്രത്തിന് പ്രൈവറ്റ് ജോലിക്ക്, മെഡിക്കൽ ഫീൽഡ്, നയതന്ത്ര മേഖല, സയൻറ്റിസ്റ്റ് തുടങ്ങിയ മേഖലയൊക്കെ വളരെ ഗുണകരമായിട്ടാണ് പറയുന്നത്. പുരുട്ടാതിക്ക് ദേശാന്തര ജോലി, കരകൗശല വസ്തു നിർമ്മാണം, അതിലൂടെയൊക്കെ സാമ്പത്തികം, സഹായി ഭാവത്തിൽ നിൽക്കുക, സഹായിയായിട്ട് നിന്ന് സാമ്പത്തികം ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ പറയുന്നുണ്ട്. ഉത്രട്ടാതി നക്ഷത്രത്തിന് തടിയായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖല, സയൻറ്റിസ്റ്റ്, പക്ഷി മൃഗാദികളെ സംരക്ഷിക്കുക ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫീൽഡുകളൊക്കെ വളരെ ഗുണകരമായിട്ടാണ് പറയുന്നത്. രേവതിക്ക് ഹോട്ടല്, അഭിനയം, ടെക്നിക്കൽ ഫീൽഡ് വളരെ ഗുണകരമായിട്ട് പറയുന്നു. ഞാൻ അതേ പറഞ്ഞു, ഈ നാളുകാർ ഇന്ന ജോലി ചെയ്യാവൂ എന്നല്ല ഞാൻ പറയുന്നത്. ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ അവനോട് ഇപ്പം നിൽക്കുന്നതിനെക്കാട്ടിലും ഇരട്ടി പ്രയോജനം ഉണ്ടാകുമെന്നാണ് ഞാൻ പറയുന്നത്. ഇതിന് കൂടുതലായിട്ട് ഞാൻ ആദ്യം പറഞ്ഞു, നമുക്കൊരു ക്ലാരിറ്റി വേണമെന്നെങ്കിൽ ജാതകം കൂടി പരിശോധിക്കുക. ജാതകം പരിശോധിച്ച് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് ചെയ്ത് മുന്നോട്ട് പോവുക. തൊഴിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ നീക്കുക. തൊഴിൽ തടസ്സം മാറിക്കഴിഞ്ഞാൽ ഇതെന്നല്ല, വേറെ ഞാൻ ഈ പറഞ്ഞ കൂടാതെ വേറെ ഏത് മേഖലയിൽ പോയാലും രക്ഷപ്പെടാവുന്നുള്ളൂ. ജോലി ഉണ്ടെങ്കിൽ ഒരാൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? ഒരു കുടുംബം പോറ്റാൻ പറ്റത്തുള്ളൂ. നല്ല സാമ്പത്തികം കിട്ടുന്ന, അവൻ്റെ കഴിവിനൊത്ത, നല്ല അവൻ്റെ റിസ്ക് അധികം ഇല്ലാത്ത നല്ല ജോലി നമുക്ക് കിട്ടണം. അപ്പം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. ഈശ്വര പ്രാർത്ഥന മുന്നോട്ട് പോവുക. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.